ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ഈ ഒരു വീക്ക്ലി ന്യൂസ് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞൊരാഴ്ച നമ്മുടെ മാർക്കറ്റിൽ നടന്നുള്ള പുതിയ വാർത്തകളും പുതിയ അപ്ഡേറ്റുകളൊക്കെയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ബൈക്കിൻ്റെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പം ബൈക്കുകളുടെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബജാജ് പുതിയ 2 വണ്ടികൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇമേജൊക്കെ സ്പൈ ചെയ്തിട്ടുണ്ട്, കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഈ 2 വണ്ടികൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഈ 2 വണ്ടികൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ N250യുടെ പുതിയൊരു അപ്ഡേറ്റഡ് വേർഷൻ വരുന്നുണ്ട്. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ അവരതിന് USD ഫോക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ NS200 കണ്ട ആ ഒരു ഡിജിറ്റൽ ആ ഒരു കണക്ടിവിറ്റിയൊക്കെ ആ ഒരു ഡിസ്പ്ലേ ഇതിൽ നമുക്കിനി കാണാൻ കഴിയും. അതേപോലെ തന്നെ ഏറ്റവും പുതിയ N125 വരുന്നുണ്ട്. ഈ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു അലോയിലൊക്കെ നോക്കിയാണെങ്കിൽ നമ്മുടെ NS125 പോലെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്കും റിയറിൽ ഡ്രം ബ്രേക്കൊക്കെ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലുക്ക് ഏകദേശം നമ്മുടെ ആ ഒരു N150 പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ കുറച്ച് നാൾക്ക് മുമ്പ് വാർത്തകളിലൊക്കെ തരംഗമായിരുന്ന ഹീറോയുടെ പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുണ്ട്, സർജ് എന്ന് പറഞ്ഞാൽ. അവരുടെ ഒരു വണ്ടിയുണ്ട് S32. അതായത് നമുക്ക് ആ ഒരു സ്കൂട്ടർ പെട്ടുവണ്ടിയാക്കാം, ഓട്ടോറിക്ഷ ആക്കാൻ വേണമെങ്കിൽ സ്കൂട്ടർ ആക്കി ഓടിക്കാം, അങ്ങനെ ഒരു വണ്ടി. ആ വണ്ടിയുടെ ഡിസൈൻ നമ്മുടെ ഹീറോ പേറ്റന്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ കൈനറ്റിക് അവരുടെ ലൂണയുടെ ഇലക്ട്രിക് വേർഷൻ അവതരിപ്പിച്ചായിരുന്നു ഈ ലൂണ എന്ന് പറഞ്ഞ്. അതായത് ചെറിയ കൃഷിക്കാർക്കും ബിസിനസ്സിനോടൊക്കെ ഒരു അനുഗ്രഹമാണ് ഈ വണ്ടി. ഒരു കൊമേഴ്ഷ്യൽ 2 വീലർ എന്നൊക്കെ തന്നെ വിളിക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും അതിൻ്റെ പുറകിൽ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം ഈ വണ്ടി 130 എണ്ണം ഒരുമിച്ച് നമ്മുടെ ബിഗ് ബാസ്ക്കറ്റ് വാങ്ങിച്ചൊക്കെയാണ്. ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഡെലിവറിക്കും കാര്യങ്ങളൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ലൂണയായിരിക്കും. ഇതേപോലെ കോർപ്പറേറ്റ് കമ്പനികളെ ലക്ഷ്യമാക്കി തന്നെയാണ് നമ്മുടെ ലൂണ അവർ ഇറക്കി അയക്കുന്നത്. അപ്പം ഇനിയും ഒരുപാട് ഇതേപോലെ ഡെലിവറി ഒക്കെ ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികളിൽ നമുക്ക് ഈ ലൂണ യൂസ് ചെയ്യുന്ന കാണാൻ കഴിയും. ഈ വണ്ടിക്ക് 2 വേരിയൻ്റ് ഉണ്ട്. S1 ഉണ്ട്, S2 ഉണ്ട്. S1ന് ഏകദേശം 80 കിലോമീറ്ററോളം റേഞ്ച് വരുന്നുണ്ട്. S2ന് ഏകദേശം 110 കിലോമീറ്ററോളം റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നമ്മുടെ ഏതറിൻ്റെ റിസ്റ്റ April 6 അവർ ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു വണ്ടി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യാം. 1000 രൂപ ഓടിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടി പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ iQube അതേപോലെ തന്നെ ചെയ്തൊക്കെ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡ്രൈവിൽ. അതായത് ഏതറിൻ്റെ ആകത്തൊരു ഫാമിലി സ്കൂട്ടറാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു ഓൾറെഡി ഉള്ള ഏതർ നോക്കിയാൽ തന്നെ അതിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ട്, 22 ലിറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫാമിലി സ്കൂട്ടർ ആയതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ സ്റ്റോറേജിനെ കാണും, കൂടുതൽ റേഞ്ച് കാണും. പിന്നെ അവർ കഴിഞ്ഞിടയ്ക്ക് അവരുടെ ആ ഒരു വീഡിയോ കാണിച്ചത്, അതായത് ആ ഒരു ബാറ്ററി ഡ്യൂറബിലിറ്റി കാണിക്കാൻ വേണ്ടി അവർ 40 ഫീറ്റ് പൊക്കത്തുനിന്നാണ് ആ ബാറ്ററി താഴത്തേക്ക് എറിഞ്ഞത്. എന്നിട്ടും അതിനൊരു കുഴപ്പവും പറ്റിയില്ല. അതേപോലെ തന്നെ വെള്ളത്തിലൂടെ ഓടിച്ച് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഏതർ ചെയ്യുന്നത്. അപ്പം ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു ഇലക്ട്രിക് വണ്ടിയാണ് ഏതറിൻ്റെ റിസ്റ്റ. അത് April 6 ലോഞ്ച് ചെയ്യും. അതിൻ്റെ പ്രീ ബുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന വലിയ ലോഞ്ച് നമ്മുടെ സുസുക്കിയുടെ V-Strom 800D എന്ന് പറഞ്ഞ വണ്ടിയാണ്. സുസുക്കിയുടെ ഒരു മിഡിൽ വെയ്റ്റ് ADU ബൈക്കാണ്. അതായത് നമ്മുടെ ഹോണ്ട ട്രാൻസാൽപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ടൈഗർ ഉണ്ട്. ഇതിനൊക്കെ ഒരു റൈവലായിട്ടാണ് ഈ ഒരു വണ്ടി വരാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ വില തന്നെയാണ്. ഈ പറഞ്ഞ റൈവൽസിന് എല്ലാത്തിനേക്കാളും വില കുറവ് ഈ ഒരു വണ്ടിക്കാണ്. അതായത് നമ്മുടെ ട്രാൻസാൽപ്പിന് അത്യാവശ്യം വില കുറച്ച് ഇന്ത്യ ലോഞ്ച് ചെയ്തത്, അതിനേക്കാളും 70,000 രൂപയോളം ഈ വണ്ടിക്ക് വില കുറവാണ്. അതായത് 10,30,000 രൂപയോളാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിന് V-Strom എന്ന് പേരുണ്ടെങ്കിലും പഴയ ആ ഒരു V2 എഞ്ചിനൊന്നും ഇതിൽ വരുന്നില്ല. ഇപ്പോൾ വരുന്നത് ഒരു പാരലൽ ട്വിൻ എഞ്ചിനാണ്. ഒരു 776cc ലിക്വിഡ് കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിൻ, 84 HP പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 78 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ അപ്ഡേറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് സുസുക്കി കൊടുക്കുന്നത്. ഒരു പുതിയ TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ 20 ലിറ്ററിൻ്റെ ഒരു വലിയ ടാങ്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളായിട്ട് ഈ ഒരു വണ്ടി കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ന്യൂസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് അത് ഗുണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക.